ഡേയ് ഇന്ന് ദുഃഖവെള്ളിയാണ്. ഗുഡ് ഫ്രൈഡേ. ഗുഡ് ഫ്രൈഡേ അല്ലടേ, ദുഃഖവെള്ളി. എടാ അത് തന്നെ പറഞ്ഞ ഗുഡ് ഫ്രൈഡേ എന്ന്. എന്റെ പൊന്നളിയാ, ദുഃഖം, സാഡ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള വെള്ളി എന്നല്ലേ? എടാ യവനെന്താ പ്രാന്താ? എന്താ പ്രശ്നം? എടാ ഈ ദുഃഖവെള്ളി എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലടേ. യവൻ പറയണത് ഗുഡ് ഫ്രൈഡേ ആണ്. ദുഃഖം എന്ന് പറഞ്ഞാൽ സാഡ് അല്ലടേ. യവന് പ്രാന്താണ് ഗുഡ് ഫ്രൈഡേക്ക്. നിർത്ത്. നിങ്ങൾക്ക് ഇപ്പൊ ദുഃഖവെള്ളി എന്താണെന്ന് അറിയണം, അതല്ലേ പ്രശ്നം. എന്റെ കൂടെ തീൻമുറ വിരുന്ന്, അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വിരുന്നുണ്ട്. ഇത് നമ്മുടെ സ്വന്തം ഷെഫ് അളിയൻ. തീൻമുറ വിരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വിളമ്പിയിരുന്ന ഒരു രീതി, അത് ഒന്നുകൂടെ ഒരു നൊസ്റ്റാലജിക്കൽ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഈസ്റ്റർ സമയത്ത് ചെയ്യുന്നു. പിടിയും കോഴിയും, അരിപ്പൊടിയും തേങ്ങാക്കൊത്തും കൊണ്ടുണ്ടാക്കിയ തനിനാടൻ വിഭവമായ പിടിയും കോഴി വരട്ടിയതും, ബ്രെഡും ബീഫ് സ്റ്റൂ, യൂറോപ്പിൽ നിന്നും കുടിയേറിയ പുരാതന ഭക്ഷണമായ ബ്രെഡും ബീഫ് സ്റ്റൂ, കല്ലപ്പവും ചിക്കൻ കുറുമയും, നല്ല നാടൻ കല്ലപ്പവും ചിക്കൻ കുറുമയും, ഇടിയപ്പവും പോത്ത് വരട്ടും. വടക്കോട്ടത്തിനെ അറിയപ്പെടുന്നത് നൂൽപുട്ടെന്നാണ്. അതിന്റെ കൂടെ നല്ല ബീഫ് വരട്ടായാലോ. അപ്പൊ ദുഃഖവെള്ളി എന്നുള്ളത് ഗുഡ് ഫ്രൈഡേ ആണെന്ന് തിരിച്ചറിവ് വന്നതോടുകൂടി ക്യാമറമാനോടൊപ്പം ഇവിടുത്തെ ഷെഫിനോടൊപ്പം നമ്മൾ ലൊക്കേഷൻ പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഡിലീഷ്യസ് ഹബ് റെസ്റ്റോറന്റ്, ജസ്കോ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് യാർമൂക്ക് ഷാർജ.